പാർലമെന്റിലെ ചോദ്യോത്തര വേളയിലാണ് സ്പീക്കറെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് TDP MP ശ്രീനിവാസലു ആഞ്ഞടിച്ചത്. പാർലമെന്റിൽ സീറ്റ് ക്രമീകരണത്തിനെതിരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആഞ്ഞടിക്കൽ. 8ാം നിരയിൽ സീറ്റ് അനുവദിച്ചതിൽ എതിർപ്പറിയിച്ചാണ് അദ്ദേഹം രംഗത്തെത്തിയത്. 5 തവണ ലോക്സഭ MP ആയി തന്നെ ഇത്രയധികം പുറകോട്ടാക്കിയത് ശ്രീനിവാസലുവിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2ാം നിരയിൽ ഉണ്ടായിരുന്ന ശ്രീനിവാസലുവിനെയാണ് ഇപ്പോൾ 8ാം നിരയിലേക്ക് ഒറ്റയടിക്ക് തട്ടിയത് എന്നത് പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ സ്പീക്കറുടെ വക ആട്ടുമാണ് കിട്ടിയത്. ഇത്തരം ആവശ്യങ്ങൾക്ക് പാർലമെന്ററി കാര്യ മന്ത്രാലയത്തെ സമീപിച്ചാൽ മതി എന്ന ഒറ്റ ഉത്തരത്തിൽ ശ്രീനിവാസലുവിന്റെ വാ അടപ്പിക്കുകയായിരുന്നു സ്പീക്കർ. എന്തായാലും ഈ കലിപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സഭ വിട്ടത്. എന്നാൽ ഇവിടെ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് 18ാമത് ലോക്സഭാ സീറ്റ് ക്രമീകരണത്തെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമ്പോൾ സ്പീക്കറോട് തൊട്ടടുത്ത് മുൻനിരയിൽ രാഹുൽ അടക്കമുള്ള 4 കോൺഗ്രസ് നേതാക്കൾക്ക് സീറ്റ് നൽകേണ്ടി വരികയാണ് ഇതേ സ്പീക്കർക്ക്. എന്നാൽ അതേസമയം ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ പ്രധാന റോളുകളുള്ള മന്ത്രിമാർക്കാകട്ടെ സ്ഥിരമായ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ തവണയും കേന്ദ്രമന്ത്രിസഭയിൽ ഇരിപ്പുറപ്പിച്ച നിർമ്മലയും BJPയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദയ്ക്ക് പോലും ഒരു സ്ഥിരമായ സീറ്റ് ഇല്ല എന്നത് ഭരണപക്ഷത്തടക്കം മുറമുറപ്പുകൾ ഉണ്ടാക്കുകയായിരുന്നു. അത്തരമൊരു അവസരത്തിൽ കൂടിയാണ് സഖ്യകക്ഷി MP-യുടെ ആഞ്ഞടിക്കൽ. അതുകൊണ്ട് തന്നെ 8ാം നിരയിൽ കോൺഗ്രസ് MP-മാർക്ക് സീറ്റ് അനുവദിച്ചതിൽ അത് യുക്തിരഹിതമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുകൂടി ഭരണകക്ഷി MP-മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മോദിയുടെ വരിയിൽ നിതിൻ ഗഡ്കരി 4ാമതായി പുതിയൊരു സീറ്റും നൽകുന്നുണ്ട്. അതുവരെ ആ സീറ്റുകൾ ഒഴിച്ചിട്ടെടുത്ത് നിന്നാണ് പെട്ടെന്ന് മോദിയുടെ ശത്രുവായിരുന്ന നിതിൻ ഗഡ്കരിയെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അതും 58ാം നമ്പർ സീറ്റിലായിരുന്നു. ആദ്യം ശിവരാജ് സിംഗ് ചൗഹാനൊപ്പമായിരുന്നു മോദി മന്ത്രിസഭയിലെ 4ാമനായ ഗഡ്കരിയെ ഇരുത്തിയിരുന്നത്. ശീതകാല സമ്മേളനം തുടങ്ങിയപ്പോൾ തൊട്ട് പാർലമെന്റിനകത്ത് പ്രതിഷേധവും ബഹളവും പൊട്ടിത്തെറിയുമാണ് നടക്കുന്നത്. ഇത്തവണ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് സഭയിൽ സ്പീക്കറോട് വരെ രൂക്ഷമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഭരണപക്ഷ MP-മാർ. അതുവരെ ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 18ാമത് ലോക്സഭയുടെ സീറ്റ് ക്രമീകരണത്തെ സംബന്ധിച്ച് അന്തിമ തീരുമാനമാകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെയുള്ള 1ാം നമ്പർ സീറ്റിൽ തന്നെയാണ്. 2ാം നമ്പർ സീറ്റിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, 3ാം നമ്പർ സീറ്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ തന്നെ തുടരും. അതേസമയം മുതിർന്ന പ്രതിപക്ഷ നേതാക്കൾക്ക് മുൻനിരയിൽ തന്നെ സീറ്റുകൾ ക്രമീകരിച്ചിട്ടുമുണ്ട്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് സീറ്റ് നമ്പർ 498 നൽകിയിട്ടുള്ളത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് സീറ്റ് നമ്പർ 355-ലും തൃണമൂൽ കോൺഗ്രസ് നേതാവ് സുദീപ് ബന്ദോപാധ്യായ 354-ാം സീറ്റിലുമാണ് ഇരിക്കുക. 497-ാം നമ്പർ സീറ്റിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയോട് തൊട്ടടുത്തായി തുടരും. കോൺഗ്രസ് നേതാവും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധിക്ക് 4ാമത്തെ വരിയിലെ 517-ാം നമ്പർ സീറ്റാണ് ക്രമീകരിച്ചിട്ടുള്ളത്.